ഹോസെ മറീഞ്ഞോ, സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച് രണ്ടുപേരും രണ്ട് കഥാപാത്രങ്ങളാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇരുവരും ഇന്റർ മിലാനിൽ ഒരുമിച്ചുണ്ടായ ഒരു സമയമുണ്ടായിരുന്നു. അന്നത്തെ രസകരമായ പല കഥകളുമുണ്ട്. അതിലൊന്നാണിത്. ഇറ്റാലിയൻ സെരിയ കിരീടം ഓൾറെഡി ഉറപ്പിച്ച ഇന്റർ മിലാൻ സിയേനയ്ക്കെതിരെ പന്തു തട്ടുകയാണ്. മത്സരത്തിൽ ഇന്റർ 2-0 മുന്നിലാണ്. കാമ്പിയാസോയും മരിയോ ബലോട്ടെല്ലിയുമാണ് ഇന്ററിനായി ഗോൾ നേടിയത്. ഗോൾ നേടാൻ സഹതാരങ്ങൾ സഹായിക്കുന്നില്ലെന്ന ഫ്രസ്ട്രേഷനിൽ ഇബ്ര മത്സരത്തിൽ നിന്നും കയറാനൊരുങ്ങി. പലകുറി മൗറീഞ്ഞോയെ വിളിച്ച് തനിക്ക് സബ് വേണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ മൗറീഞ്ഞോ ഇബ്രയ്ക്ക് ചെവി കൊടുത്തില്ല. ലൂയിസ് ഫിഗോയെയും മരിയോ ബലോട്ടെല്ലിയെയുമെല്ലാം പിൻവലിച്ചു മൗറീഞ്ഞോ പകരം സബ്ബുമാരെ ഇറക്കി. ഇബ്രയ്ക്ക് ഫ്രസ്ട്രേഷനായി. അതിനിടയിൽ 76-ാം മിനിറ്റിൽ ഇബ്ര ഗോളും നേടി. ഗോൾ നേടിയാലെങ്കിലും തന്നെ തിരിച്ചു വിളിക്കുമെന്ന് കരുതി ഇബ്ര മൗറീഞ്ഞോയെ നോക്കി. പക്ഷേ മൗറീഞ്ഞോ അതും കേട്ടില്ല. ഇബ്രക്കുള്ള മറുപടിയായി ഇന്റർ ഗോൾ കീപ്പർ ജൂലിയോ സെസാറിനെ വരെ ഒരു കാരണവുമില്ലാതെ മൗറീഞ്ഞോ സബ് ചെയ്തു. 90 മിനിറ്റും ഇബ്രയെ കളിപ്പിച്ച ശേഷം മാത്രമാണ് മൗറീഞ്ഞോ കളി അവസാനിപ്പിച്ചത്. എന്തായാലും മത്സരത്തിൽ നേടിയ ഒരൊറ്റ ഗോളിന്റെ ബലത്തിൽ ഇബ്ര വർഷത്തെ സെരിയ ഗോൾഡൻ ബൂട്ട് നേടി. വൈകാതെ സീസണിനൊടുവിൽ മൗറീഞ്ഞോ പറയുന്നത് കേൾക്കാതെ ഇബ്ര ഇന്റർ വിട്ട് ബൈസയിലേക്ക് പോയി. ഇറ്റലിയിലെ ഫുട്ബോൾ സ്ട്രെസ് ഉണ്ടാക്കുന്നുവെന്നായിരുന്നു അന്ന് ഇബ്ര പറഞ്ഞത്. കൂടാതെ ചാമ്പ്യൻസ് ലീഗ് ജയിക്കാൻ കൂടിയാണ് താൻ ബൈസയിലെത്തിയതെന്നാണ് അന്ന് ഇബ്ര പറഞ്ഞത്. വിധിയുടെ കളി എന്ന് പറയട്ടെ. തൊട്ടടുത്ത സീസണിൽ അതേ ബൈസയെ തന്നെ സെമിയിൽ മലർത്തിയടിച്ച് ഇന്റർ ചാമ്പ്യൻസ് ലീഗ് കിരീടം ചൂടി. പല വമ്പൻ ക്ലബ്ബുകൾക്കായി കളിച്ചിട്ടും ഇബ്ര കരിയറിൽ ഒരിക്കൽ പോലും ചാമ്പ്യൻസ് ലീഗ് വിജയിക്കുകയും ചെയ്തില്ല. ഇബ്രയും മൗറീഞ്ഞോയും ശത്രുക്കളായിരുന്നു എന്ന് ഇതുകൊണ്ട് അർത്ഥമില്ല.